നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ഒക്ടോബർ 16 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര രൂപയാണ് കളക്ട് ചെയ്തതെന്നും അതുപോലെ തന്നെ എത്ര ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം പ്രദർശനം തുടങ്ങിയിട്ടെന്നും ഈ ദിവസങ്ങൾക്കിടയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ടോപ്പ് 10 കളക്ഷൻ എത്രയാണ് ഈ ചിത്രങ്ങൾ നേടിയതെന്ന കാര്യങ്ങളുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റിൽ നമ്മുടെ ചാനൽ കുറച്ച് പേര് കാണുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട്. എങ്കിൽ പോലും 98% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഒക്ടോബർ 16 വ്യാഴാഴ്ച കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 66 ലക്ഷം രൂപയാണ്. ചെറിയ തോതിൽ കാന്താരക്ക് കളക്ഷൻ ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു പ്രദർശനം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ കാന്താരക്ക് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ 2 ആഴ്ചയായി കേരള ബോക്സ് ഓഫീസ് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന കാന്താര എന്ന ചിത്രം 2 ആഴ്ച കൊണ്ട് ഇന്നലത്തെ കളക്ഷൻ ഉൾപ്പെടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 46,78 ലക്ഷം രൂപയാണ്. ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം സ്വന്തമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒക്ടോബർ 16 വ്യാഴാഴ്ച പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 55 ലക്ഷം രൂപയാണ്. ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഒക്ടോബർ 16. ഈ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഈ ചിത്രം സ്വന്തമാക്കിയത് 55 ലക്ഷം രൂപയാണ്. രാവണപ്രഭു 4K ഡോൾബി അറ്റ്മോസ് എന്ന റിലീസ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒക്ടോബർ 16 വ്യാഴാഴ്ച സ്വന്തമാക്കിയത് ഏകദേശം 12 ലക്ഷം രൂപയാണ്. ഒരു റിലീസ് ചിത്രത്തിന് 12 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു കളക്ഷനാണ്, വലിയ രീതിയിലുള്ള എൻഗേജ്മെന്റ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഏകദേശം 7 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന രാവണപ്രഭു എന്ന ഈ ചിത്രം ഇതിനോടകം തന്നെ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 3,20 ലക്ഷം സ്വന്തമാക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു വിജയം ഈ റിലീസ് ചിത്രം കേരളത്തിൽ നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കളക്ഷൻ വൈസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ചിത്രം വ്യാഴാഴ്ച ഒക്ടോബർ 16 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് ഏകദേശം വലിയ രീതിയിൽ കളക്ഷൻ ഇടിവ് ഈ ചിത്രത്തിന് ഇതിനോടകം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഏകദേശം 50 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം. ഈ 50 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം ഇതിനോടകം നേടിയത് 121 കോടി 16 ലക്ഷം രൂപയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്, മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്. ഇതിൻ്റെ മുകളിൽ വെക്കാൻ നിലവിൽ മലയാളത്തിൽ ഒരു സിനിമയില്ല, ഒരു പക്ഷേ ഭാവിയിൽ വന്നേക്കാം. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ ഇതിനോടകം തന്നെ 50 ദിവസങ്ങൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നു. പൾട്ടി എന്ന ചിത്രം ഒക്ടോബർ 16 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 6,75,000 രൂപയാണ്. ഈ ചിത്രത്തിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഒന്നും ഈ ചിത്രത്തിന് വേണ്ടത്ര ഒരു എൻഗേജ്മെന്റ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് കളക്ഷൻ വൈസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ 21 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ബൾട്ടി എന്ന ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 9 കോടി രൂപയാണ്. വലിയൊരു വിജയം എന്ന് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ആവറേജ് വിജയം ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബൾട്ടി എന്ന ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രം കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന്, അതായത് ഒക്ടോബർ 16 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 1,75,000 രൂപയാണ്. ഒരു അവാർഡ് പടം എന്നുള്ള നിലക്ക് അതിൻ്റെതായ ഒരു സ്ലോ ഈ സിനിമക്ക് പൊതുവെ കളക്ഷനിലുണ്ട്. ഏതായാലും കഴിഞ്ഞ 7 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുറന്നുകൊണ്ടിരിക്കുന്ന ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രം ഇതുവരെ നേടിയത് 25 ലക്ഷം രൂപയാണ്. വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഒരു അവാർഡ് സിനിമയ്ക്ക് 25 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്യാവശ്യം കളക്ഷൻ തന്നെയാണ്, മോശമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിഹിതം എന്ന ചിത്രം കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 16 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 1,70,70,000 രൂപയാണ്.
കഴിഞ്ഞ 7 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ഇതുവരെ നേടിയത് 40,55,000 രൂപയാണ്. കളക്ഷൻ വൈസ് വലിയൊരു ക്രൈസിസ് ആണ് ഈ ചിത്രം നേരിടുന്നത് എന്ന് ഇതിന്റെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം ഒരു മിക്സഡ് റിവ്യൂ ഒക്കെ ചിത്രത്തിൽ ലഭിച്ചിരുന്നു. എന്നിട്ടും എന്താണ് കളക്ഷൻ കയറാത്തത് എന്നുള്ള കാര്യം വ്യക്തിപരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യമാണ്. ഓവറോൾ നോക്കുമ്പോൾ കാന്താര എന്ന ചിത്രത്തിന്റെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതിനോടകം തന്നെ 2 ആഴ്ച കേരള തിയേറ്ററിൽ റണ്ണിങ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കളക്ഷൻ വലുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനോടകം 50 ദിവസം കേരള ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ലോക 125 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമോ? കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഉടൻ തന്നെ ഒട്ടും വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.